ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട്. നിങ്ങൾ ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റും. പക്ഷെ എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ റേപ്പിസ്റ്റ്, ടെററിസ്റ്റ്, ഇനി ടെററിസ്റ്റ് വന്നില്ല കേട്ടോ, അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും. അതും കൂടെ ഇടണം. ടെററിസ്റ്റ് മാത്രം വന്നിട്ടില്ല, ചിലപ്പോൾ അതും വരുമായിരിക്കും. പ്ലീസ് സത്യം വേറെയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, എന്നെ തെളിയിക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മനസ്സ് കൂറും. തൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ഭാര്യയായിരുന്ന എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇട്ടിരുന്നു. വീഡിയോയിൽ കൂടുതലായും കസ്തൂരി എന്ന പേരിൽ വന്ന കമന്റുകളും അതിന് എലിസബത്ത് മറുപടി നൽകുകയുമാണ് ചെയ്തത്. ഇതുകൂടാതെ ബാല പറഞ്ഞതും ചെയ്തതുമായ നിരവധി കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ എലിസബത്തിന്റെ ആരോപണങ്ങൾക്കും തന്റെ ആരാധകരുടെ സംശയങ്ങൾക്കും മറുപടിയുമായി ബാല എത്തിയിരിക്കുകയാണ്. ബാലയുടെ വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ആക്ടർ ബാല. ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വീഡിയോയിൽ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. ഇപ്പോൾ ചെറിയ കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിന് വേണ്ടി പറയാൻ, നിങ്ങളുടെ ബാല, ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട്. റേപ്പിസ്റ്റ്, എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു, ഫോർജറി ചെയ്തു, തട്ടിപ്പ് കേസ്. അതേപോലെ ഗ്രൂപ്പ് സെക്സ്, അത് വീട്ടിലല്ല, ചെന്നൈയിലെ വീട്ടിൽ വേലക്കാരർ എല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ്. സൂപ്പർ. ഡൊമസ്റ്റിക് വയലൻസ്, அந்த ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട്, പോലീസോടെ എവിഡൻസ് ഉണ്ട്, കാണിക്കാം. ചാരിറ്റി ബൈ ഫ്രോഡുലൻസ്, വെരി നൈസ്. ഒരു 21 തീയതിയാക്കില്ല, 21 22 21 കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മാസം ഒരു പെൺകുട്ടിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്. പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയും, കണ്ടോ കണ്ടോ, ഹാർട്ടിൽ ആദ്യം ഹോൾ ഇട്ടു പിന്നെ അടച്ചു, അവൻ ഫ്രോഡാണെന്ന് പറയും. വെരി നൈസ്. എന്നാ ബില്ല് തരാം, പകുതി കാശ് നിങ്ങൾ അടക്കി. ദിസ് ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. ഞാൻ പോലും ഇന്നവരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? കാരണം നിയമം പാലിക്കണം. ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്കിന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരാളല്ല ചെയ്യുന്നത്, ഒരു 4-5 പേരാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് വെൽ പ്ലാൻഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം. ബാല എന്നെ റേപ്പ് ചെയ്തു, കാമ കൊടൂരൻ, ചാരിറ്റി പറയുന്ന പച്ച കള്ളം, അടിച്ച് മുഖത്തടിച്ച് എന്തും പറയാം. പക്ഷേ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 10 ദിവസം എത്ര ദിവസമായി? ഒരു 1 വീക്ക്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചതും, അപ്പോൾ ഇത്രയും കാലം സ്നേഹിച്ച് പരിചയമുള്ള എന്നെ ഈ ഒരു 5 ദിവസത്തിൽ നിങ്ങൾ മുമ്പ് ഞാൻ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. സാറില്ല, സെൻറ്റിമെൻറ്റ് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ കൊണ്ടുവരരുത്. റിക്വസ്റ്റാണ്. കാരണം സത്യങ്ങൾ നിങ്ങൾ അറിയാതെ ഭയങ്കര സത്യങ്ങളുണ്ട്, നെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട്. എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്ത് പറയാതെ. കാരണം ഒന്ന് ചെവി തുറന്ന് കേൾക്കുക. ഇത് എൻ്റെ ഫാൻസ് വേണ്ടിയാണ് പറയുന്നത്. ഒന്ന് ചെവി തുറന്ന് കേൾക്കുക. ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടാന്ന് മനസമാധാനമായിട്ട് ഞാനും കോക്കിലാവും ജീവിക്കുമെന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റവർ ഞാൻ കേസ് ഇടണം, വഴക്ക് വരണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് കോക്കിലാവ് വിവാഹം കഴിക്കണം? ഡെയിലി കോടതി, കേസ്, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോകാൻ വേണ്ടിയാണ്. എനിക്കും കുട്ടി വേണം. ഞാൻ ജീവിതത്തിൽ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂത്തിന് പറയുന്ന കാര്യം എന്നെ വിട്ടുപോയി. ഇപ്പം 42 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു കുടുംബം വേണം. ദിസ് ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. എന്തായാലും തെളിവുകൾ വരും. എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ മിണ്ടാത്തത്? കുറച്ച് ബോധമുണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാമല്ലോ. എന്നെ ഇപ്പോൾ എന്നെ ഒരു ഭർത്താവിന് അവകാശപ്പെടുന്നവർ ഒപ്പിടാണ് വരേണ്ടത്, ലിവർ കൊടുക്കാണ് വരേണ്ടത്. ജേക്കബ് എന്തിനാണ് ലിവർ തരണം? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം? അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും. ഇപ്പോഴും എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ടാൻ ചൊല്ലുന്നുണ്ടാക്കുന്ന, ബട്ട് കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട്. നിങ്ങൾ ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റും. പക്ഷേ എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ റേപ്പിസ്റ്റ്,
ടെററിസ്റ്റ് ഇന്ന് ടെററിസ്റ്റ് വന്നില്ല കേട്ടോ, അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും. അതും കൂടെ ഇടണം. ടെററിസ്റ്റ് മാത്രം വന്നിട്ടില്ല, ചിലപ്പോൾ അതും വരുമായിരിക്കും. പ്ലീസ് പ്ലീസ്, സത്യം വേറെയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. എന്നെ തെളിയിക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മനസ്സിക്ക് ഒരു കഷ്ടമായിരിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചുമ്മാ ഇങ്ങനെ പറയുന്നത് അത് ശരിയല്ല. ഉദ്ദേശം മനസ്സിലായില്ല. ഞങ്ങൾ നല്ല ഒരു ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല. പിന്നെ വെറുതെ ഇരിക്കുന്ന ജേക്കബ്, അവൻ കാരണം എന്നാണ് ജീവിച്ചിരിക്കുന്നത്. അതെല്ലാം അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നും ആർക്കും അറിയില്ല. അപ്പം എവിടെയായിരുന്നു അവരെ? പറഞ്ഞാൽ പോവും. വേറെ ഒരാളുണ്ട്, ദിസ് മെസ്സേജ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അവരും കൂടെ പുറത്തു വരാൻ പോകുന്നു. ചെയ്ത ദ്രോഹം എന്നാണ് വരും. എന്തായാലും ദ്രോഹങ്ങൾ പുറത്ത് വരും, വരാതിരിക്കില്ല. കാരണം തീർച്ചയായിട്ടും വരും. എത്ര വലിയ ഡേഞ്ചറിലാണ് ഈ സിറ്റുവേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, വിത്ത് എവിഡൻസ് പറഞ്ഞാൽ എല്ലാം തെളിയിക്കപ്പെടും. ഞാൻ മിണ്ടാതിരിക്കുന്നു. അവരുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയുന്നു, കടവുൾ സത്യமாக அந்த கஸ்தூரி யாருன்னு எனக்கு அறியிല്ല. உனக்கு தெரியுமா? எனக்கு தெரியாது, எனக்கு അറിയില്ല. പക്ഷേ എന്നാലും ഈ ഫൈറ്റിലൊക്കെ ഞങ്ങളില്ല. ഞങ്ങൾ അമ്പലം ഏതോ ശിവരാത്രി ഉണ്ടായിരുന്നു, അമ്പലത്തിലേക്ക് പോയി, കുറേ അമ്പലങ്ങൾ പോയി, നല്ല മൈൻഡ് സെറ്റിൽ, നല്ല പോസിറ്റീവ്. നിങ്ങളും അങ്ങനെ ജീവിക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരാളെ വെറുതെ എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കുടുംബം ഇല്ലേ, നാട്ടുകാരല്ലേ? കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കല്ലെന്ന് ഞാൻ തെളിയിക്കും, എല്ലാം തെളിയിക്കും, അത് വേറെ. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് തെളിയിച്ച ശേഷം ആ വീഡിയോ കണ്ടില്ലല്ലോ. അപ്പോൾ എന്നും ഓഡിയൻസ് മനസ്സിലായി ഇതേ ഉണ്ടാവുള്ളൂ. തെളിയിച്ച ശേഷം എല്ലാവരും ഈ വീഡിയോ തിരിച്ചു കാണുമോ? ഇല്ലല്ലോ. ഇതെല്ലാം ഒരു പക്കാ ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ ജീവിക്കും, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നോക്കിക്കോളൂ, എവിഡൻസ് എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്.